ഒരു സ്ട്രാറ്റജി കൊണ്ടൊന്ന് അപ്ലൈ ചെയ്ത് അത് വർക്കാവുന്നില്ലെന്ന് കണ്ടിട്ട് അടുത്ത സ്ട്രാറ്റജി കൊണ്ട് അപ്ലൈ ചെയ്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നീറ്റ് എക്സാമിന് നിങ്ങളുടെ മുന്നിലുള്ളത് 34 ദിവസമാണ്, അല്ലാതെ 3-4 മാസമല്ല. അപ്പോൾ ഈ ഒരു സമയത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറ്റുന്നൊരു പരിപാടിയല്ലടാ അത്. അപ്പോൾ നിങ്ങൾ നീറ്റ് എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ വന്നു, ആ ഒരു ചാപ്റ്റർ നിങ്ങൾ പഠിക്കാത്തത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റാതിരുന്നു കഴിഞ്ഞാൽ അതൊരു വലിയ വിഷമമാണ്. നിങ്ങൾ പഠിച്ചൊരു ടോപ്പിക്കാണ്, അത് നിങ്ങൾ പ്രോപ്പറായിട്ട് റിവിഷൻ ചെയ്യാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തതെന്നുണ്ടെങ്കിലും അതും ഒരു വലിയ വിഷമം തന്നെയാണ്. അതേസമയം നിങ്ങൾക്ക് ആ ഒരു ടൈപ്പ്, ആ ഒരു ക്വസ്റ്റ്യൻ ഇത്തിരി ടഫ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു കൺസെപ്റ്റ് അപ്ലൈ ചെയ്ത് ചെയ്യാൻ പറ്റുന്നില്ല. അത് പിന്നെയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്, കാരണം അത് നമ്മുടെ കഴിവിന് അതീതമാണ്. നീറ്റ് എക്സാം അല്ലെങ്കിൽ MBBS എന്നൊക്കെ പറയുന്നത് നമ്മുടെ ലൈഫിലൊരു ലാസ്റ്റത്തെ വാക്കല്ല. ഇപ്പം ഞാനെന്ന് പറയുന്ന ആൾ, എനിക്കിപ്പം MBBS കിട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും BDSന് പോകാനായിട്ട് വില്ലിങ് ആയിരുന്നു. കാരണം ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവരും എന്ത് പറയുന്നു? അപ്പോൾ എല്ലാവരും പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ എവിടം വരെ ആയി? അപ്പോൾ എന്തായാലും നമ്മുടെ A+ സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ ഇനി എത്ര നാൾ നീറ്റ് എക്സാമിന് ഉണ്ടെന്നുള്ളൊരു ബോധ്യം നിങ്ങൾക്ക് തന്നെ ഉള്ളതാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാനെന്ന് പറയുന്നത് നീറ്റിനെ ബേസ് ചെയ്തിട്ട് വീഡിയോസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പം എൻ്റെ ഫീൽഡിൽ വരുന്നതും എല്ലാം ഇങ്ങനത്തെ വീഡിയോസൊക്കെ തന്നെയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഫുള്ള് സ്ട്രാറ്റജിയുടെ ഒരു സമയമാണ്. ഇപ്പം യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ തന്നെ ഹൗ ടു സ്കോർ 350 ഇൻ ബയോളജി ഇൻ ലാസ്റ്റ് 1 മന്ത്, ഹൗ ടു സ്കോർ 180 ഔട്ട് ഓഫ് 180 ഇൻ ഫിസിക്സ് ഇൻ ലാസ്റ്റ് 1 മന്ത്, ന്യൂ സ്ട്രാറ്റജി അപ്ലോഡഡ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പിന്നെ റോഡ് മാപ്പ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി വീഡിയോസ് ഞാൻ കണ്ടു. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിയിപ്പോൾ എത്ര നാൾ നീറ്റ് എക്സാമിനുണ്ടെന്നുള്ളത് നിങ്ങൾക്കറിയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് നിങ്ങളൊരു പുതിയ സ്ട്രാറ്റജി അപ്ലൈ ചെയ്തിട്ട് ആ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് കണ്ടിട്ട് ആ ഒരു സ്ട്രാറ്റജി മാറ്റിയിട്ട് നിങ്ങൾ ഫോളോ ചെയ്തുകൊണ്ട് വന്നിരുന്ന ആ ഒരു സ്ട്രാറ്റജി തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ, അങ്ങനെ മാറ്റി കളിക്കാനുള്ളൊരു സമയം നിങ്ങൾക്കില്ല. മനസ്സിലായോ? ഒരു സ്ട്രാറ്റജി കൊണ്ടൊന്ന് അപ്ലൈ ചെയ്ത് അത് വർക്കാവുന്നില്ലെന്ന് കണ്ടിട്ട് അടുത്ത സ്ട്രാറ്റജി കൊണ്ട് അപ്ലൈ ചെയ്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നീറ്റ് എക്സാമിന് നിങ്ങളുടെ മുന്നിലുള്ളത് 34 ദിവസമാണ്, അല്ലാതെ 3-4 മാസമല്ല. അപ്പോൾ ഈ ഒരു സമയത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറ്റുന്നൊരു പരിപാടിയല്ലടാ അത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇപ്പം നിങ്ങൾ ഏത് സ്ട്രാറ്റജി ഫോളോ ചെയ്താണോ വന്നുകൊണ്ടിരുന്നത് അത് നിങ്ങൾക്കത് ഒരുവിധം ഓക്കെ ആയിട്ടുള്ളൊരു സംഭവമാണ്. മനസ്സിലായോ? അതേ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്തിട്ട് തന്നെ നിങ്ങൾ ടോപ്പിക്സ് ഫുള്ള് കവർ ചെയ്യാനായിട്ട് നോക്കുക. അല്ലാതെ പുതിയൊരു സ്ട്രാറ്റജി നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കാനായിട്ട് നിൽക്കേണ്ട, കാരണം അതിനുള്ളൊരു സമയം നമുക്കില്ലടാ. നിങ്ങൾ ആ ഒരു ഫാക്റ്റ് മനസ്സിലാക്കണം കേട്ടോ. ഇപ്പോൾ ഞാനിപ്പോൾ പറയുമ്പോൾ നിങ്ങൾക്ക് ഇത്തിരി വിഷമം തോന്നിയാലും നിങ്ങളിപ്പോൾ ഏത് സ്ട്രാറ്റജിയാണോ ഫോളോ ചെയ്തുകൊണ്ട് വന്നത് അതേ സ്ട്രാറ്റജി വെച്ച് തന്നെ നിങ്ങൾ ടോപ്പിക്സ് കവർ ചെയ്യാൻ നോക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നീറ്റ് എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ വന്നു, ആ ഒരു ചാപ്റ്റർ നിങ്ങൾ പഠിക്കാത്തത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റാതിരുന്നു കഴിഞ്ഞാൽ അതൊരു വലിയ വിഷമമാണ്. നിങ്ങൾ പഠിച്ചൊരു ടോപ്പിക്കാണ്, അത് നിങ്ങൾ പ്രോപ്പറായിട്ട് റിവിഷൻ ചെയ്യാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തതെന്നുണ്ടെങ്കിലും അതും ഒരു വലിയ വിഷമം തന്നെയാണ്. അതേസമയം നിങ്ങൾക്ക് ആ ഒരു ടൈപ്പ്, ആ ഒരു ക്വസ്റ്റ്യൻ ഇത്തിരി ടഫ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു കൺസെപ്റ്റ് അപ്ലൈ ചെയ്ത് ചെയ്യാൻ പറ്റുന്നില്ല. അത് പിന്നെയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്, കാരണം അത് നമ്മുടെ കഴിവിന് അതീതമാണ്. അങ്ങനെ അപ്പം ഞാൻ ഈ പറഞ്ഞ 2 തെറ്റുകൾ വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കത് വലിയൊരു റിഗ്രറ്റ് തന്നെയാണ്. ഇപ്പം നിങ്ങൾക്ക് ഈ 4 മാർക്കിൻ്റെ 5 മാർക്കിൻ്റെ ഒക്കെ ഒരു വില മനസ്സിലാവത്തില്ല, പക്ഷേ ആ ഒരു നീറ്റ് എക്സാമിന് ചെല്ലുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാകും. കാരണം 4-5 മാർക്കിൻ്റെ ഡിഫറൻസിൽ ആയിരങ്ങളുടെ റാങ്ക് നിങ്ങൾക്ക് വ്യത്യാസം വരും. മനസ്സിലായോ? അപ്പോൾ എന്തായാലും നിങ്ങൾ ഏത് സ്ട്രാറ്റജിയാണോ ഫോളോ ചെയ്തുകൊണ്ട് വന്നത് അതേ സ്ട്രാറ്റജി തന്നെ വെച്ചിട്ട് നിങ്ങൾ ടോപ്പിക്സ് കവർ ചെയ്യാൻ നോക്കുക. മാക്സിമം കോൺഫിഡൻ്റ് ആയിട്ടിരിക്കാൻ നോക്കുക. ഇനിയിപ്പോൾ വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കടാ. കാരണം നിങ്ങൾ ഇതിപ്പോൾ ലാസ്റ്റ് ഒരു മാസവും കൂടെയാണ്. നിങ്ങൾ ഏത് പ്രഷറിലൂടെ കടന്നു പോയാലും ആ ഒരു പ്രഷർ നിങ്ങൾ ഒരു മാസവും കൂടെ സഹിച്ചാൽ മതി. നിങ്ങളിപ്പം ഇതായിട്ടിരിക്കുക. പിന്നെ കുറേ അധികം പേര് എനിക്ക് ഈ ഒരു പ്രൊഫഷൻ അല്ലാതെ വേറൊരു പ്രൊഫഷൻ പറ്റത്തില്ല അങ്ങനെയൊക്കെ വിചാരിച്ച് ഇപ്പം തന്നെയും നല്ല രീതിയിൽ ടെൻഷൻ അടിച്ചിരിക്കുന്നവരുണ്ട്. അതായത് എനിക്കിതല്ലാതെ വേറൊന്നും പറ്റത്തില്ല, ഇതെന്നെ കൊണ്ട് പറ്റുമോ അങ്ങനത്തെ ഉള്ളൊരു രീതിയിലൊക്കെ. ഈ ശരിക്കും പറഞ്ഞാൽ ഇപ്പം നീറ്റ് എക്സാം അല്ലെങ്കിൽ MBBS എന്നൊക്കെ പറയുന്നത് നമ്മുടെ ലൈഫിലൊരു ലാസ്റ്റത്തെ വാക്കല്ല. ഇപ്പം ഞാനെന്ന് പറയുന്ന ആൾ, എനിക്കിപ്പം MBBS കിട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും BDSന് പോകാനായിട്ട് വില്ലിങ് ആയിരുന്നു. കാരണം നമ്മൾ ആ ഒരു രീതിയിൽ ഞാൻ എൻ്റെ മൈൻഡിനെ പ്രിപ്പയർ ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയത് ആയുഷിൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ എനിക്ക് കിട്ടിയത് ട്രിവാൻഡ്രത്ത് ഗവൺമെൻറ് ആയുർവേദ കോളേജിൽ ആയുർവേദമായിരുന്നു. എനിക്ക് നമ്മുടെ നീറ്റിൻ്റെ അലോട്ട്മെൻറ്റിൽ കിട്ടിയത് കോട്ടയം ഗവൺമെൻറ് ഡെൻ്റൽ കോളേജിലെ BDS ആയിരുന്നു. മനസ്സിലായോ? ആ ഒരു സമയത്ത് ഇപ്പോൾ ആയുർവേദം ആണെങ്കിലും BDS ആണെങ്കിലും പോകാനായിട്ട് ഞാൻ എൻ്റെ മൈൻഡിനെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏത് തന്നെ കോഴ്സാണെങ്കിലും ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ച എൻ്റെ നീറ്റിൻ്റെ സ്കോർ വെച്ച് എനിക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഞാൻ ആ ഒരു രീതിയിൽ പ്രിപ്പയർഡ് ആയിരുന്നു. എനിക്കിപ്പോൾ എന്താണോ വിധിച്ചിട്ടുള്ളത് ഞാൻ അതിന് പോവും. എന്തായാലും അതൊരു മെഡിക്കൽ പ്രൊഫഷനല്ലേ എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു എനിക്ക്. ഇപ്പോൾ BDS ഡോക്ടർ ആണെങ്കിലും അതൊരു മോശമായിട്ടുള്ളൊരു ഇതല്ല.
എന്തായാലും അതൊരു ഡോക്ടറല്ലേ, എനിക്ക് എന്താണോ കിട്ടുന്നത് അതിന് പോകാനായിട്ട് ഞാൻ പ്രിപ്പയർഡ് ആയിരുന്നു. പക്ഷേ എനിക്കിപ്പോൾ വരുന്ന കുറേ മെസ്സേജസ് ഒക്കെ കാണുമ്പോഴത്തേക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു സ്കോറിലോട്ട് എത്താനും പറ്റുന്നില്ല, അവർക്ക് വേറൊരു കോഴ്സിനോട്ടിട്ട് പോകാനും പറ്റുന്നില്ല. അപ്പോൾ ആ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ വല്ലാത്തൊരു ഡിപ്രഷൻ സ്റ്റേജിലോട്ടൊക്കെ കൊണ്ടെത്തിക്കും കേട്ടോ. നമ്മളിപ്പം ആ ഒഴുക്കിനനുസരിച്ച് അങ്ങ് നീന്തുക എന്നുള്ളതേ ഉള്ളടാ. എന്തായാലും നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ച, നമ്മൾ എഫേർട്ട് ഇട്ട് ഒരു എക്സാമിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ്. ഇതിപ്പോൾ നിങ്ങളുടെ ലാസ്റ്റ് ടൈമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ, ഇപ്പം ഈ വീഡിയോ കാണുന്നത് വല്ല റിപ്പീറ്റേഴ്സോ സൂപ്പർ റിപ്പീറ്റേഴ്സോ ഒക്കെ ആണെങ്കിൽ ഈ 5-6 കൊല്ലം നീറ്റെന്നും പറഞ്ഞ് വേസ്റ്റ് ആക്കാനുള്ളതല്ലടാ. നമ്മൾ എന്താണ് കിട്ടുന്നത് എടുത്ത് വെച്ച് പൊരുത്തപ്പെട്ട് പോവുക എന്നുള്ളതേ ഉള്ളൂ. ഇപ്പം നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടും ഒക്കെ തോന്നും. അവിടെ ചെല്ലുമ്പോൾ നിങ്ങളെപ്പോലുള്ളൊരു ആ ഒരു ക്ലാസ്സിൽ ഇപ്പോൾ 45 പേര് ഇപ്പം നിങ്ങളുടെ ഒരു BDS കോളേജിലുണ്ടെങ്കിൽ ആ 45 പേരും നീറ്റ് എക്സാമിന് MBBS കിട്ടണമെന്ന് ആഗ്രഹിച്ച് പഠിച്ചവർ തന്നെയാണ്. അപ്പോൾ നമ്മളെ കൂട്ടുള്ള ഒരു ബറ്റാലിയൻ ആളുകളെ കാണുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചൊക്കെ മൂവ് ഓൺ ചെയ്യാൻ പറ്റും എന്നുള്ളതേ ഞാൻ പറയത്തുള്ളൂ. അപ്പം അങ്ങനെ പിന്നെ എൻ്റെ വീടിനടുത്തൊരു ചേട്ടനുണ്ടായിരുന്നു. ആ ചേട്ടനെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചിലെ MBBS വേണം, എനിക്ക് നീറ്റ് എഴുതി ഞാൻ MBBS മേടിക്കും. അത്യാവശ്യം നല്ല ടോപ്പറൊക്കെ ആയിരുന്നു, CBSEയിൽ എത്രയോ റാങ്കൊക്കെ ഉള്ളൊരു ചേട്ടനായിരുന്നു. പക്ഷേ ചേട്ടനെ കൊണ്ട് പറ്റിയില്ല. ആ ചേട്ടൻ പിന്നെ ഐക്കർ എടുത്തിട്ട് അങ്ങ് പോയി. പിന്നെ കുറച്ച് നാൾക്ക് മുന്നേ ഞാനിങ്ങനെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് ആ ചേട്ടൻ്റെ കല്യാണമായിരുന്നു. ആ ചേട്ടന് മറ്റേ നബാർഡ് എന്ന് പറയുന്ന അഗ്രികൾച്ചറൽ ബാങ്കിൽ ജോലി കിട്ടി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, അതൊക്കെ എന്ത് ടോപ്പ് ലെവൽ ജോലിയാണെന്നുള്ളത് നിങ്ങൾക്കിപ്പം മനസ്സിലാവത്തില്ല. പക്ഷേ ഇതിനെ പറ്റിയിട്ടൊക്കെ ഒന്ന് റിസർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ചേട്ടൻ ഇപ്പം നബാർഡിലാണ് വർക്ക് ചെയ്യുന്നത്. ആൾ ഫുള്ള് സെറ്റിലായടാ. ഇപ്പം എന്നെക്കാട്ടിൽ ആ ചേട്ടന് 2 വയസ്സും വ്യത്യാസം എന്തോ ഉള്ളൂ. ഞാൻ ഇനി സെറ്റിലാവാൻ എത്രയോ നാൾ പിടിക്കും. ഇപ്പം ഞാനിപ്പോൾ MBBSൻ്റെ ഞാനിപ്പോൾ ഫൈനൽ ഇയർ ആണ്. എനിക്കിനിയും ഉണ്ട്, ഫൈനൽ ഇയർ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. എനിക്കിനിയും 2.5 വർഷം സമയം MBBSന് തന്നെ സ്പെൻഡ് ചെയ്യാനായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് എനിക്കിനിയിപ്പോൾ PG എൻട്രൻസ് എഴുതണം. ഫസ്റ്റ് ടൈമിൽ എഴുതിയെടുക്കാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയത്തില്ല, കാരണം അത്രയും നമുക്ക് പഠിക്കാനുണ്ട്. ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുള്ളതാണ് ഓരോ ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ. ഇപ്പോഴും എടുത്ത് പൊതുക്കി കാണിച്ച് വെറുപ്പിക്കുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയുള്ള ടെക്സ്റ്റുകളാണടാ. നമ്മളിപ്പോൾ MBBSൻ്റെ ഈ 5.5 കൊല്ലം പഠിച്ച അത്രയും കാര്യങ്ങൾ നമ്മളൊന്നും കൂടെ പഠിക്കണം. മനസ്സിലായോ? എന്നാലേ ആ ഒരു എൻട്രൻസിന് നമുക്ക് നല്ലൊരു സ്കോറും റാങ്കും കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. അപ്പം ഇനി അതും ക്വാളിഫൈ ചെയ്ത് അതിന് ഇനി 1 കൊല്ലം റിപ്പീറ്റ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ വീണ്ടും 1 കൊല്ലം ആവുകയാണ്. അപ്പോൾ തന്നെ 3.5 കൊല്ലമായി. 1 കൊല്ലമാണോ എന്നുള്ളത് ദൈവത്തിനറിയാം. അപ്പോൾ അതും കഴിഞ്ഞിട്ട് ഞാൻ PGയുടെ 3 കൊല്ലവും കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഗവൺമെൻറ് ടെസ്റ്റ് എഴുതി ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ആയിട്ടുള്ളിടത്ത് പോയി ഇരുന്ന് കഴിഞ്ഞാലല്ലേ നമുക്കൊരു സമാധാനം ഉണ്ടാകത്തുള്ളൂ. പിന്നെ MBBSൻ്റെ 5.5 കൊല്ലം, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ PGക്ക് 1 കൊല്ലം റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1 കൊല്ലം, മൊത്തം 6.5. അത് കഴിഞ്ഞിട്ട് വീണ്ടും PG എന്ന് പറയുന്നത് 3 കൊല്ലം, മൊത്തം 9.5 കൊല്ലമാണ് നമ്മുടെ ലൈഫിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത്. നിങ്ങൾ 20ാമത്തെ വയസ്സിലാണ് ഇത് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ കോഴ്സ് കഴിയുന്നത് നിങ്ങളുടെ 29 to 30 വയസ്സിലാണ്. മനസ്സിലായോ? അപ്പോൾ അതിൻ്റെയൊക്കെ ആ ഒരു ഇത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? അപ്പോൾ നമ്മളിത് വിചാരിച്ച പോലെ ഒരു കാര്യമല്ല. കാരണം നിങ്ങൾ ഇനി വീണ്ടും ഒത്തിരി വർഷങ്ങൾ ഇതിന് വേണ്ടിയിട്ട് വേസ്റ്റ് ചെയ്യണ്ട. ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ സൂപ്പർ റിപ്പീറ്റ് ആണെങ്കിൽ നിങ്ങൾ മെൻ്റലി പ്രിപ്പയർ ചെയ്യുക, വേറെ ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്ത് നിങ്ങൾ മൂവ് ഓൺ ചെയ്യുക. നമ്മൾ ഇതിനകത്തിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് നമുക്കിത് മതി, ഇതല്ലാതെ വേറൊന്നും പറ്റത്തില്ല അങ്ങനെയൊക്കെ ഉള്ളൊരു ചിന്ത വരുന്നത്. നമ്മൾ മാക്സിമം അങ്ങനെ, ഇതിപ്പോൾ ഞാൻ ആ ഒരു സിറ്റുവേഷനിലൂടെ പോകുന്നവർക്ക് വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കടാ. ഇപ്പോൾ എന്തായാലും നമുക്കിപ്പോൾ നീറ്റ് എക്സാം എഴുതിയേ പറ്റത്തുള്ളൂ. നിങ്ങൾ ഏത് സ്ട്രാറ്റജിയാണോ ഫോളോ ചെയ്തുകൊണ്ട് വന്നത് ആ ഒരു സ്ട്രാറ്റജി വെച്ച് തന്നെ നിങ്ങൾ ടോപ്പിക്സ് ഫുള്ള് കവർ ചെയ്യുക, പഠിച്ച ടോപ്പിക്സ് റിവിഷൻ ചെയ്യുക, കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. നമുക്ക് നോക്കാം. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അത്യാവശ്യം ഇപ്പോൾ ഒരു ഫിസിക്സ് ഒരു 50 മാർക്കിന് താഴെയൊക്കെ സ്കോർ ചെയ്ത് നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എല്ലാ എക്സാമിനും ഒരു 40-50 ആ ഒരു സ്കോറിലൊക്കെ ഫിസിക്സ് വരുന്നെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒത്തിരി സമയം ഫിസിക്സിനകത്തിൽ വേസ്റ്റ് ചെയ്യാനായിട്ട് നിൽക്കണ്ട. നിങ്ങൾ കെമിസ്ട്രിയും ബയോയും സേഫ് ആക്കാൻ നോക്കുക. കാരണം ഞാൻ കാണിച്ചൊരു മണ്ടത്തരമാണ്. എനിക്ക് ഫിസിക്സ് അത്യാവശ്യം ഒട്ടും കൺസെപ്റ്റ് ഉണ്ടായിരുന്നില്ല, നല്ലൊരു ബേസ് ഉണ്ടായിരുന്നില്ല. ഞാൻ റിപ്പീറ്റ് ചെയ്ത സമയത്ത് എനിക്ക് കിട്ടുന്നത് 474 മാർക്കാണ്. അതിൽ 49 മാർക്ക് എങ്ങാണ്ടേ എനിക്ക് ഫിസിക്സിനുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ ടൈം വേസ്റ്റ് ചെയ്തത് ഫിസിക്സിനകത്താണ്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ എനിക്ക് കുറച്ച് അബദ്ധങ്ങൾ പറ്റി. അതേസമയം ഇത്രയും കൂടെ ഞാൻ ബയോയും ഇതും കൂടെ ഫോക്കസ് ചെയ്തായിരുന്നെങ്കിൽ അത്യാവശ്യം നല്ലൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. ഇത്രയും കൂടെ സ്കോർ ചെയ്തിട്ട് എനിക്ക് കയറായിരുന്നു. 49 മാർക്കല്ലടാ, 79 എന്തോ മാർക്കായിരുന്നു എനിക്ക് ഫിസിക്സിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും കൂടെ എനിക്ക് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ബയോയ്ക്കകത്തിലും കെമിസ്ട്രിക്കകത്തിലും ഇത്രയും കൂടെ കയറി വരായിരുന്നു. കാരണം ഇപ്പോൾ ബയോയുടെ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ നിങ്ങൾക്കറിയാം, ബയോളജിയിൽ നിങ്ങൾ 4 മാർക്ക് സ്കോർ ചെയ്യാൻ ഇടുന്ന എഫേർട്ട് എന്ന് പറയുന്നത് വളരെ ചെറുതാണ് ആ ഒരു സമയത്ത്, നീറ്റ് എക്സാമിൻ്റെ സമയത്ത്. കാരണം നമുക്ക് പഠിച്ചിട്ടുള്ള ഒരു സംഭവമാണെങ്കിൽ നമുക്ക് ജസ്റ്റ് മാർക്ക് ചെയ്ത് പോവാം. അതേസമയം ഫിസിക്സ് ആണെങ്കിൽ നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇടുന്ന എഫേർട്ട് ഇത്തിരിയും കൂടെ കൂടുതലാണ്. മനസ്സിലായോ? അപ്പോൾ സിമ്പിളായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് ബയോളജി. അപ്പം നിങ്ങളത് സേഫ് ആക്കുക, കെമിസ്ട്രി സേഫ് ആക്കുക. ഇപ്പം ഞാൻ പറഞ്ഞ ഈ ഒരു 50ക്ക് താഴെ ഫിസിക്സിന് സ്കോർ കിട്ടുന്ന ആളുകളാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു 80ക്കൊക്കെ താഴെ കിട്ടുന്നവരാണെങ്കിൽ നിങ്ങൾ കൂടുതൽ ഫിസിക്സ് ഫോക്കസ് ചെയ്ത് സമയം കളയണ്ട. നിങ്ങൾ ഫിസിക്സ് ഒട്ടും ഫോക്കസ് ചെയ്യേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. കാരണം ഇൻ കേസ് എക്സാം എളുപ്പമാണ്
എളുപ്പമാണെന്നുണ്ടെങ്കിൽ, അതായത് ഫിസിക്സ് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഫിസിക്സ് ആണ് ഏറ്റവും എളുപ്പമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആൻസർ കിട്ടുന്ന രീതിയിലായിരിക്കും ഉള്ളത്. അപ്പോൾ നിങ്ങൾ ഇക്വേഷൻസ് ബൈ ഹാർട്ട് ചെയ്ത് പോവുക, ആ ഇക്വേഷൻസ് അപ്ലൈ ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസും കൂടെ നോക്കുക. മനസ്സിലായോ? ഇപ്പോൾ ഡയറക്റ്റായിട്ട് ഇപ്പോൾ ഒരു ഫിസിക്സിൽ എന്താണ് ½ ആ ഒരു അതിനകത്തിൽ എന്താണ് എം എന്താണ് വി എന്താണ് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ 2-3 ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്ത് പഠിക്കുക. അതായത് ആ ഒരു ഇക്വേഷൻ വെച്ച് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, ഇക്വേഷൻസ് പഠിക്കുക. അല്ലാതെ വലിയ കൺസെപ്റ്റുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്ത് ടൈം വേസ്റ്റ് ആക്കണ്ട. എന്നിട്ട് നിങ്ങൾ കെമിസ്ട്രി സേഫ് ആക്കുക, ബയോ സേഫ് ആക്കുക. എന്നിട്ട് പോയി എക്സാം എഴുതുക. എന്തായാലും നിങ്ങൾക്ക് ഒരു 550 മാർക്കിന് മുകളിൽ ഉറപ്പായിട്ടും കിട്ടും. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ചെയ്യുക. കാരണം ഈ ഫിസിക്സ് ഇപ്പം എന്താണ് 180 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ എന്തായാലും ഒരു 10-80 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. നിങ്ങൾ കൂടുതലായിട്ട് പഠിച്ച് എന്താണ് വലിയ കൺസെപ്റ്റുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് തെറ്റിക്കുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ നെഗറ്റീവ് അടിച്ച് പോകുന്നുണ്ടെങ്കിലേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്താണ് ഫിസിക്സ് ടഫായിട്ടുള്ളവർ, അതായത് ഫിസിക്സ് ആ ഒരു സ്കോറിൽ നിൽക്കുന്നവർ എന്താണ് ഇക്വേഷൻസ് ബൈ ഹാർട്ട് ചെയ്യുക, ആ ഇക്വേഷൻസ് വെച്ച് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് പഠിക്കുക. കെമിസ്ട്രി നന്നായിട്ട് ഫോക്കസ് ചെയ്യുക, ബയോ നന്നായിട്ട് പഠിക്കുക. കാരണം ബയോളജിയിലൊക്കെ നമുക്ക് സിമ്പിളായിട്ട് മാർക്ക് സ്കോർ ചെയ്ത് എടുക്കാൻ പറ്റുന്നതായിരിക്കും. പിന്നെ ഇതല്ല നമ്മുടെ നീറ്റല്ല, MBBS അല്ല നമ്മുടെ ലൈഫിലെ അവസാനത്തെ വാക്ക്. അത് നിങ്ങൾ എപ്പോഴും ആലോചിക്കുക. ഇപ്പോൾ ആലോചിച്ചില്ലെങ്കിലും ഇൻ കേസ് ഇപ്പം നീറ്റിന് അത്യാവശ്യം ഒരു നല്ല സ്കോറൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ നിങ്ങൾ ഭയങ്കരമായിട്ടുള്ളൊരു ഡിപ്രഷൻ സ്റ്റേജിലോട്ട് പോകുന്ന ആ ഒരു സമയത്ത് എന്താ ഞാൻ വീഡിയോ ആയിട്ടൊക്കെ ചെയ്യാം. കാരണം ഇതൊന്നും അല്ല നമ്മളുടെ ലൈഫിൽ അവസാനത്തെ വാക്ക്. ഈ MBBS കിട്ടാത്തത് കൊണ്ടൊന്നും നശിപ്പിച്ച് കളയേണ്ട ഒരു ഇതല്ല. 3-4 കൊല്ലം ഇതിൻ്റെ പുറകെ നമ്മൾ നീറ്റെന്നും പറഞ്ഞ് വേസ്റ്റ് ആക്കേണ്ടതല്ല. നമ്മുടെ ലൈഫിൽ നമുക്ക് വേറെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ ഇതൊക്കെ തന്നെ ഞാൻ എൻ്റെ അനിയത്തിയോടും പറയുന്നത്. ആൾ സൂപ്പർ പീറ്റാണ്. ഇതിപ്പോൾ ആളുടെ ലാസ്റ്റ് ചാൻസ് ആണ്. അവളോട് ഞാൻ പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. നമ്മളുടെ MBBS എന്ന് പറയുന്നത് ലൈഫിൽ അവസാനത്തെ വാക്കൊന്നും അല്ലടാ. നിങ്ങൾക്ക് ഇനിയും വർഷങ്ങളുണ്ട്. നമ്മൾ കുറേ വർഷങ്ങൾ ഇതിനകത്തിൽ തന്നെ വേസ്റ്റ് ആക്കാനുള്ളതല്ല. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ.